കഥകളിൽ പോലും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കാണാൻ പോകുന്ന ഒരു കൊച്ചു ഗ്രാമം, മഞ്ചാടിക്കുന്ന് ഗ്രാമം. നിഷ്കളങ്കരായ വളരെ കുറച്ച് ആളുകൾ മാത്രം വസിക്കുന്ന ഗ്രാമം. 21-ാം നൂറ്റാണ്ടിന് ആരംഭം കുറിച്ചുവെങ്കിലും ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഇന്നും ഒരു നൂറ്റാണ്ട് പിന്നിലാണ്. അവരുടെ വളർച്ചയും ചിന്തകളും പ്രവൃത്തികളും എല്ലാം. ഈ ഗ്രാമത്തിൽ കുറച്ച് പ്രധാനികളുണ്ട്. ഇനി നമുക്ക് അവരെ പരിചയപ്പെടാം. നമ്മൾ കുഞ്ഞാലിക്കുട്ടി. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച 14-ാം തീയതി വന്നപ്പോ നമുക്ക് വയസ്സ് 35 കഴിഞ്ഞു. നിക്കാതെ കഴിഞ്ഞിട്ടില്ല. നിക്കാതെ കഴിക്കണം നമുക്ക് പെരുത്ത് പൂജയുണ്ട്. നല്ല കാര്യം ഒത്തു വന്നാൽ അള്ളാനെ നമ്മൾ കിട്ടും. മോഹമുള്ളവർ നമ്മളെ നേരിട്ട് ബന്ധപ്പെടുക. പിന്നെ നമ്മുടെ ജോലി അത് ഈ ബോഡി പോലെ തന്നെ ബീജീർപ്പാ. മഞ്ചാടിക്കുന്നിലെ ജനങ്ങളുടെ ഏകാശ്രയം പരമശുദ്ധനായ പരമുവിന്റെ ചായക്കട. വീട് വിട്ടാൽ മറ്റൊരു ലഘുഭക്ഷണശാല. പരമശുദ്ധനൊക്കെയാണ്. പക്ഷെ എന്നെ പാരൊക്കെ ശ്രമിച്ചാൽ എലിവേഷൻ ചായ കളിക്കും ഞാൻ. കടം പറയരുത്, ചോദിക്കരുത്. കാരണക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും. അതാണ് എന്റെ പോളിസി. മത്തായി വേറെ, മോനായി വേറെ, കാശ് വേറെ, സ്നേഹം വേറെ. പിന്നെ വിത്തൗട്ട് ചായയിൽ മധുരം ഇട്ട് കൊടുക്കും. അതാണ് ഈ കടയിലെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്റെ വിജയരഹസ്യം. ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വിധിക്കപ്പെട്ട ഒരേയൊരു ജന്മം. അതാരാണെന്നല്ലേ? നമ്മുടെ ബാർബർ കുമാരൻ. ബാർബർ എന്ന് കേൾക്കുന്നത് അദ്ദേഹത്തിന് അലർജിയാണ്. ഒരിക്കൽ എറണാകുളം ടൗണിലുള്ള ഏതോ ഒരു ബ്യൂട്ടി പാർലറിൽ ക്ലീനറായിട്ട് നിന്നിട്ടുണ്ടത്രേ. അന്ന് മുതൽ അദ്ദേഹം ഒരു ബ്യൂട്ടീഷ്യനാണ്. എങ്കിലും ഞങ്ങളുടെ മുന്നിൽ വെറും ഒരു ബാർബർ കുമാരൻ. എന്താണോ ഇത്? ബാർബറല്ല. മൈ നെയിം ഈസ് ബ്യൂട്ടീഷ്യൻ കുമാരൻ. വടിക്കൽ, തിരുമൽ, പുഴുങ്ങൽ, വെട്ടൽ എന്നിവ മാത്രമല്ല, നിമിഷങ്ങൾക്കകം നിങ്ങളെ ഞാൻ സുന്ദരനും സുമുഖനുമാക്കുന്നു. അതാണ് ഈ ബ്യൂട്ടീഷ്യൻ കുമാരൻ. ഞാൻ 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഈ പാർലറിൽ ഞാൻ അരമണിക്കൂർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതാണ് എന്റെ ഹോബി. രണ്ടും കൽപ്പിച്ചാണ് ഈ കേശവൻ വന്നിരിക്കുന്നത്. എന്തേ ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ രാഘവൻ. എവിടെയാണ് അവൻ? ഇറങ്ങി വാ. കേശവൻ ഒച്ച വെക്കാതിരി. എന്താ പ്രശ്നം? എവിടെയാ രാഘവൻ? എവിടെയെങ്കിലും ഇപ്പൊ ഒളിച്ചിരിക്കായിരിക്കും. ഇറങ്ങി വാടാ രാഘവ. ഞാൻ വാടാ. കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്താ ഉണ്ടായേ? വേണ്ട. നിങ്ങളാരും ഇതിൽ ഇടപെടണ്ട. അവന്റെ കുടല് ഞാൻ എടുക്കും. എവിടാ രാഘവൻ? രാഘവനോട് ഇല്ല. അത് പറ. അവരിവിടെ വരില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കേശവനുള്ളിടത്തോളം കാലം ആർക്കും ഇവിടെ വെളുത്താൻ പറ്റില്ല. വെളുത്താൻ ഈ കേശവൻ സമ്മതിക്കില്ല. രാഘവേട്ടൻ വരുന്നുണ്ട്. അടുക്കരുത്. ഇടത്ത് ചവിട്ട്, വലത്ത് ചവിട്ട്. എന്റെ അമ്മേ, എന്നെ കൊല്ലാൻ പൊന്നേ. ഇതാണ് മഞ്ചാടിക്കുന്നിനെ കിടിലം കൊള്ളിച്ച റൗഡി കേശവൻ. ഗ്രാമത്തിന്റെ ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അച്യുതൻ നായർ. ഞങ്ങളുടെയൊക്കെ അച്ചുവേട്ടൻ. വാ തുറന്നാൽ സത്യം മാത്രമേ അച്ചുവേട്ടൻ പറയുകയുള്ളൂ. രക്തത്തിൽ അലിഞ്ഞുപോയൊരു സിദ്ധിയാണ്. തല്ലിക്കൊന്നാലും ഞാൻ നുണ പറയില്ല. നുണ പറയാൻ എനിക്കറിയില്ല. ഈ അച്ചോട്ട സത്യം മാത്രമേ പറയൂ. കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടാ മതി. ഈ രാഗിണിയും സുഭദ്രയും കാർത്തിയനും ഒക്കെ എന്റെ ആരാന്നാ നിങ്ങളുടെ വിചാരം? ചുമ്മാ എല്ലാം ഒരു നേരം പോക്ക്. ഇതാണ് നാടുവാഴിയും മഞ്ചാടിക്കുന്ന് ഗ്രാമത്തിന്റെ തലവനുമായ കൗണ്ടർ മുത്തയ്യ. ആളൊരു ശുദ്ധൻ. ജോലിയോ ഭാര്യയെ അനുസരിച്ച് എവിടെയെങ്കിലും കുത്തിയിരിക്കും.
സൗന്ദര്യ റാണിയെന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ മല്ലിക. രാവിലെ അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന മല്ലിക ഈ ഗ്രാമത്തിന്റെ ഉണർവും ഉന്മേഷവുമാണ്. മലി, ഞാനും വരുന്ന അമ്പലത്തിലേക്ക്. നിനക്കൊരു കൂട്ടുമായി എനിക്ക് തൊഴുകയും ചെയ്യാം. വേണ്ട, കൂട്ടിന് പറ്റിയ ഒരാള്. ഈ കാണുന്ന തടിമിടുക്ക് മാത്രമേ ഉള്ളൂ പുറത്ത്. മഞ്ഞത്തേക്കിറങ്ങിയ അപ്പ തുടങ്ങും ചീറ്റലും വിറയലും. പുറത്തേക്ക് ഇറങ്ങാതെ വല്ലയിടത്തും പോയി ഇരിക്കേ. മുരുകാ, എന്നാണ് എന്റെ പുരുഷത്വം ഒന്ന് തെളിയിക്കുന്നത്? മല്ലികയോടൊന്ന് ദേഷ്യപ്പെട്ടു നോക്കിയാലോ? വേണ്ട, ഭാര്യയുടെ മർദ്ദനമേറ്റ് ഭർത്താവ് മരിച്ചു എന്ന് കേൾക്കുന്നത് വളരെ മോശമാ. മുരുകാ, പളനിയാണ്ടവനെ, വേല വേലാണ്ടി. ഓ, കൊറേ നേരമായില്ല കണ്ണും വെച്ച് ഇങ്ങനെ നോക്കി വെക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് കല്യാണത്തിന് പോകാനുള്ളതാണ്. താൻ കല്യാണത്തിന് പോയിക്കോ, പോണ്ടാന്ന് ഞാൻ പറഞ്ഞ. ഓ, അതാടോ പറഞ്ഞത് മുടി വേഗം വെട്ടാൻ. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ വെട്ടിത്തരും. എന്റെ കാത്തിരിപ്പിന്റെ പേര് എന്താണെന്ന് തനിക്കറിയോ? ബാർബർ പണി കലക്ടർ ഉദ്യോഗം തന്റെ വിചാരം? ഇവിടെ ഒറ്റ കടിയേ ഉള്ളൂ, അല്ലെ ഞാൻ പണ്ടേ പൂട്ടിച്ചാനെ. കൂട്ടിക്കാനായിട്ട് കിട്ടുവാ, അടിച്ചെങ്കിലൊക്കെ മുട്ടുകളിയാൻ ഒടിക്കും. പോട്ടെ പരമു, അയാൾ പറഞ്ഞത് കാര്യമാക്കണ്ട. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പരമുവിനോട് കളിക്കാൻ നിൽക്കണ്ട. ഞാൻ ആള് പശക. ആ കടപൂട്ടിക്കുന്നൊക്കെ ഒരാവശ്യത്തിന് പറഞ്ഞു പോയതാ. പരമേട്ടൻ ക്ഷമിക്കൂന്നേ, കൊച്ചു കള്ളൻ. എത്ര നേരായി, ഒരു ചായ താടൂ. ഒന്നും മിണ്ടാതിരിക്കാൻ മാവാ. സമയമാകുമ്പോ ചായ തരും. ഇപ്പൊ സമയമായിട്ടില്ല. സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കൊരു വീടിതാ, ഞാനൊന്ന് വലിക്കട്ടോ. തീരാറായല്ല, ഇനി എന്ത് ഭരിക്കാതിരിക്കുന്നു? ഒരു വീട് ചോദിച്ചാണോ താൻ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെട്ടൊന്നുമല്ല, ഇപ്പൊ രാഹുലം കഴിഞ്ഞാൽ നമുക്ക് കച്ചവടമുള്ളൂ. പിന്നെ എന്തിനാ താൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്? ഇന്ന് ഞായറാഴ്ച, രാഹുലം വൈകിട്ട് 4:30 മുതൽ 6 വരെയാ. ഈ രാഹുലം കഴിഞ്ഞു ഇന്നിപ്പൊ ശരിയാക്കി തരാം. എന്റെ അമ്മ അങ്ങോട്ട് മുടി. ബാറ്റിക്കാ
തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ചയാണ്. അതിനെന്താ? കഥ കേൾക്കണം. കഥ കേൾക്കേ? ആരുടെ കഥ? എടി മരമണ്ടൂസേ, നിന്റെ തലയിൽ കളിമണ്ണ. ഒരു ഓർമ്മയില്ലേ പെണ്ണിന്? എല്ലാ തിങ്കളാഴ്ച അച്ചുവേട്ടൻ കഥ പറയാൻ വരുന്ന ദിവസമാണെന്ന് അറിഞ്ഞൂടെ? അയ്യേ, എനിക്ക് അയാളെ ഇഷ്ടമല്ല. അയാൾ ഒരു നാണില്ലാത്തനാ. ഇതാ ഞാൻ പറഞ്ഞത്, നിന്റെ തലയിൽ കളിമണ്ണാന്ന്. എടി മണ്ടൂസേ, നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളല്ലേ അച്ചുവേട്ടൻ പറഞ്ഞിരുന്നത്. അപ്പൊ അച്ചുവേട്ടൻ നല്ല മനുഷ്യനല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വൃത്തിയായിട്ട കഥകളല്ലേ അയാൾ പറയുന്നത്? ഒരു വൃത്തിയേടുമില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ. എനിക്കൊന്നും കേക്കണ്ട. നിർത്തി. ഇനി മിന്നാമിന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പറയില്ല. എല്ലാം ഞാൻ നേരിട്ട് പ്രവർത്തിച്ച് കാണിച്ചു തരാം. പോടെ ചക്ക, ഇനി എന്നോട് മിണ്ടിയാൻ വേണ്ട. മണ്ടൂസ്, പോടാ. കഥ തുടങ്ങാ ചേട്ടാ. കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? ഓ, 2 ദിവസം മുമ്പ് എനിക്കുണ്ടായ ഒരു സംഭവം, ആരും കൊതിക്കുന്ന അനുഭവം. അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ. അച്ചുവേട്ടാ തുടങ്ങല, ഞങ്ങൾ വരട്ടെ. ആരുടെ കഥയാണാവോ? അവര് വന്നോളും. നിങ്ങൾ കഥ പറ. താൻ ധൃതി പിടിക്കുന്ന എന്തിനാ? താൻ സമാധാനപ്പെട്. എന്റെ അനുഭവ കഥകൾ ഈ മഞ്ചാടിക്കുന്നിലെ എന്റെ ആരാധകർ കേൾക്കണം, കുളിരു കോരണം. വേഗം ഇരിക്കവിടെ. ധൃതി പിടിക്കല്ലേ കളവാ. ആർത്തി കണ്ടില്ലേ? ഇന്ന് പറയാൻ പോകുന്ന അനുഭവ കഥയിലെ നായിക ആരാണെന്ന് അറിയണ്ടേ? രാജമ്മ, നമ്മുടെ പൂക്കാരി രാജമ്മ. கருவாடு உறவச்ச சோறு, உப்பு கருவாடு உறவச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு. உப்பு கருவாடு உறவச்ச. വല്യപ്പോ, വല്യപ്പോ, താനെന്താ വായം പൊളിച്ചിരിക്കണേ? ഞാൻ പറഞ്ഞ പോലെ കേൾക്കണ്ടോ? അച്ചുവേട്ടൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കേ. മിനിഞ്ഞാന്ന് ഉച്ച കഴിഞ്ഞ സമയം ഞാനൊരു സൈക്കിളിൽ ഒരു ചാക്ക് കാലിത്തീറ്റയുമായി നമ്മുടെ മദാലസറാണി രാജമ്മയുടെ വീടിന് മുന്നിലൂടെ വരികയായിരുന്നു. കത്തുന്ന സൂര്യന്റെ ചൂടും സൈക്കിളിലിരിക്കുന്ന ലോഡിന്റെ ഭാരവും കൂടിയായപ്പോൾ ഞാൻ ആകെ തളർന്നു. എന്റെ നാവുകൾ വരളുന്നു. ദാഹജലത്തിനായി കേഴുന്ന വേഴാമ്പൽ മഴത്തുള്ളികൾ കണ്ട പ്രതീതിയോടെ ഒരു ഗ്ലാസ് വെള്ളത്തിനായി നമ്മുടെ മദാലസറാണി പൂക്കാരി രാജമ്മയുടെ വീടിന്റെ മുന്നിലെത്തി. നല്ല സൗകര്യമുള്ള ദിവസം തോന്നി. ആരെങ്കിലും കണ്ടോ? രായമോ, രായമോ, രാജമോ, ഇവിടെ ആരുമില്ലേ? പെട്ടെന്നൊരു ഭാഗത്ത് ജനൽ തുറന്നു കിടക്കുന്നതിന്റെ ദൃശ്യം എന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. ഞാൻ ജനലിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ജനലിലൂടെ അകത്തേക്ക് എത്തി നോക്കി. കടകൾ തള്ളി തുറന്നു. ഒരു മാർജാരനെ പോലെ എന്റെ കാലുകൾ അകത്തേക്ക് പ്രവേശിച്ചു.
അടുത്തെത്തിയ ഞാൻ രാജമ്മയെ അടിമുടി ഒന്ന് നോക്കി. കാൽമുട്ടുകൾക്ക് മീതെ കിടക്കുന്ന കൈലി, കാനായി കുഞ്ഞിരാമന്റെ ശില്പത്തിന്റെ കരവിരുത് ആ അരക്കെട്ടിന്, ഒരു തുടം വെള്ളം നിൽക്കാവുന്ന പൂക്കൾ കൂടി, നിറഞ്ഞ മാറിടം. ഞാനാകെ തളർന്നുപോയി. ചുംബിക്കാനായി ഞാൻ മുഖം മുഖത്തോടടുപ്പിച്ചു. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ഏയ് വേണ്ട, ആദ്യം അവളെ വിളിച്ചുണർത്താം. രാജമ്മേ, രാജമ്മേ. ഒന്ന് മയങ്ങിപ്പോയി. അതാ ഞാൻ വിളിച്ച് കേൾക്കാൻ. എന്താ ഇങ്ങോട്ടൊക്കെ പതിവില്ലാതെ? ദാഹിച്ചപ്പോ ഒരു ഗ്ലാസ് വെള്ളം. അതിനെന്താ, അച്ചോട്ടിന് ഇരുന്നാട്ടെ. അടുക്കളയിലേക്ക് പോയ രാജമ്മയുടെ താളം തുള്ളിയ നടത്തം എന്നെ ഉച്ചസ്ഥനാക്കി. അവളൊരു ചില്ല് ഗ്ലാസ് നിറയെ വെള്ളവുമായി എന്റെ അടുത്തേക്ക് നടന്നു വന്നു. വെള്ളം. അച്ചേട്ടാ, എന്താ എന്താ പ്രശ്നം? അച്ചേട്ടാ, അച്ചേട്ടാ, ആകെ പ്രശ്നമായി. പാടായല്ലേ ഇത്? നശിപ്പിച്ചു. നല്ല മൂടിൽ വന്നതായിരുന്നു. അച്ചൂട്ട മാറ്റി പറ. ഇയാളവിടെ ഉണ്ടായില്ലേ? നമ്മുടെ അങ്ങാടിയിലെ രാഘവേട്ടന്റെ ഭാര്യ തെങ്ങ് കയറ്റുകാരൻ നീലനോടൊപ്പം ഒളിച്ചോടി പോയി. വാണി, ഇനി നമുക്ക് അടുത്ത തിങ്കളാഴ്ച കാണാം. എല്ലാ സ്ഥലത്തും ഞാൻ വന്നു. അപ്പോഴവന്റെ രാഘവൻ ചേട്ട ഭാര്യ ഒളിച്ചു പോയിന്ന്. ചേട്ടാ വാന്ന് വാ നടക്ക്. ഇനി അടുത്ത തിങ്കളാഴ്ച വരെ കാത്തിരിക്കണമല്ലോ. അല്ല, നിങ്ങളെന്തോന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഏയ്, എത്ര കാലമായിട്ട് ഞമ്മക്ക് ആ പൂക്കാരി പരിചയമുള്ള, എന്നിട്ടും എന്റെ ചായ എത്ര വട്ടം അവള് കുടിച്ചിട്ടുള്ളതാ, എന്നിട്ടും പഹയാ. അതിന് ഭാഗ്യമാണോ? ഭാഗ്യം. ഞമ്മള് പോട്ടെ. അല്ല, താനിതെങ്ങോട്ടാ? നമ്മുടെ ഉമ്മാക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേട്ടെ, ഒന്ന് വീട് വരെ പോണം. അല്ലിങ്ങതാ, ഞാനിന്ന് കട തുറന്നില്ല, ഭയങ്കര വയറുവേനയാ, വീട്ടിൽ പോവാ. അയ്യോ പഠിച്ചോനെ. രാസമോ, രാസമോ. അല്ലോ, ഇത് മറച്ചിട്ടിരിക്കാനല്ല. അകത്ത് കയറാം, സമയങ്ങളുണ്ട്.
രാജമ്മ രാജമ്മ എന്താ എന്ത് വേണം? നമുക്കൊരു ഗ്ലാസ് വെള്ളം വേണം. നിങ്ങൾ ഇരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. ഇത്രയും നാൾ നമ്മൾ എന്തുമാത്രം സമയം വേസ്റ്റാക്കി. ദാ വെള്ളം. അല്ലോ പടച്ചോനെ. നിങ്ങളാരാ? രാജമ്മയുടെ ഭർത്താവ്. അല്ലോ നമ്മളിത് ശരിയാക്കി തരാം. എളിയിൽ അമ്മാര് തിരുമാതല കുട്ട, എനിക്കാവുമായിരുന്നെങ്കിൽ ഞാൻ നല്ലോണം തിരുവി കൊടുക്കുമായിരുന്നു. അല്ലേ മല്ലേ? ഞാനും തിരുമാമുദ്രലി. എന്നെ ഈ പ്രദേശത്ത് കണ്ടുപോരുത്. കുറെ കാലമായി ഇവൻ ഈ ആഗ്രഹം പറയാൻ തുടങ്ങിയിട്ട്. എന്തോ നേടാ നോക്കി വെക്കുന്നത്? ഒരു നോട്ടം കണ്ടില്ലേ? ഓടാ. ഇനി ദിവസവും കുട്ടം കുഴമ്പ് തേച്ചാ മതി. എന്തു പറ്റി നിനക്ക്? ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. നീ പോയി വെള്ളം ചൂടാക്കി വെക്കേ. മല്ലി പറഞ്ഞു കേട്ടില്ലേടി? ഓടിയപ്പുറത്ത് പോയി വെള്ളം ചൂടാക്കടി. ഇനി കുട്ടൻ കുഴമ്പ് തേച്ചാ മതി. എന്താ കുട്ടന് വേറെ പണിയൊന്നുമില്ലേ? അതിനീ മണ്ടൂസിനെന്താ? എന്റെ പണി കുറച്ചുകൂടി കൂടിയെന്നല്ലേ ഉള്ളൂ. അതെനിക്കിഷ്ടല്ല. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ ഏതോ ഓടയിൽ നിന്നും എടുത്തു വളർത്തിയല്ലേ നമ്മുടെ കൗണ്ടർ. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കും അറിയില്ല. നമ്മളിവിടെ വളർന്നു, ഇവിടം വരെ എത്തി. കൗണ്ടർ എന്ത് പറഞ്ഞാലും അനുസരിച്ചല്ലേ പറ്റൂ. എന്നാ ഞാൻ കുട്ടിനോട് മിണ്ടില്ല. പിന്നെ ആരോട് മിണ്ടാനാ? എനിക്കറിഞ്ഞൂടെ നിന്നെ. ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണുന്നല്ലോ. അയ്യോ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ഞാൻ ഇപ്പൊ വരാം. എവിടെ പോന്നു? അതൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. വരട്ടെ മണ്ടൂസേ. വന്നിട്ട് തുടങ്ങാന്ന് വെച്ചാ ശരിയാവില്ല. വേഗം പറ. കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. പക്ഷഭേദം പാടില്ല. പക്ഷേ
ഇന്ന് പറയാൻ പോകുന്ന കഥ കുട്ടനും കൂടി കേട്ടേ പറ്റൂ. അച്ചുവേട്ടാ, കഥ തുടങ്ങലേ, ഞാനിതാ വരുന്നു. അച്ചുവേട്ടാ, ഞാൻ എത്തി. ആ വേഗം വാ. ആ ഇനി നമുക്ക് തുടങ്ങാം. വേഗം തുടങ്ങും. മഞ്ചാടിക്കുന്ന് ഗ്രാമം ഭരിക്കുന്ന, ഗ്രാമവാസികളെ ഉറക്കം കിടത്തുന്ന അപ്സര സുന്ദരിയാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രം. കൗണ്ടറുടെ ഭാര്യ മല്ലിക. ഇത് സത്യമാണ്. ഞാൻ സത്യം മാത്രമേ പറയൂ. അച്ചുവേട്ടൻ വേഗം പറ. ഇടയ്ക്കേറി ആരും സംസാരിക്കാതിരിക്കട്ടോ. ഒരു സായാഹ്നം ഇരിക്കോൽ വൈദ്യൻ പറഞ്ഞതനുസരിച്ച് കൗണ്ടറുടെ ഭാര്യയുടെ നടുവേദനയ്ക്കുള്ള മരുന്നുമായി ഞാൻ അവരുടെ വീട്ടിലേക്ക് നടന്നു. സൂര്യൻ കടലിലേക്ക് ആഴ്ന്നിറങ്ങാൻ ദാഹിച്ചു നിൽക്കുന്ന സമയം. കൗണ്ടറുടെ കൊട്ടാരം വിജനം. അച്ചുവേട്ടൻ വെറുതെ നോക്കുന്നേ ഉള്ള. പിന്നെ എന്താ ചെയ്തത്? എനിക്ക് ശ്വാസം മുട്ടുള്ളതാ. വേഗം പറയാം. ഞാൻ സാവകാശം അടുത്തേക്ക് ചെന്നു. എന്നിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നി. വെണ്ണക്കല്ലിൽ കൊത്തിവെച്ച ശില്പത്തെ പോലും തോൽപ്പിക്കുന്ന അവളുടെ ആകാര സൗന്ദര്യം എന്നെ വല്ലാതെ തളർത്തി. ഞാനൊരു ശില്പിയായി മാറുകയായിരുന്നു. അച്ചോട്ടൻ ശില്പിയോ ആശാരിയോ ആര് വേണി വായിക്കോ? അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? നിറമാറിൽ പടർന്നു കിടന്ന മുലക്കച്ച് ഞാൻ അഴിച്ചു. എന്താ എന്താ പ്രശ്നം? അക്കരയിലെ രാമേട്ടന്റെ ഭാര്യ ശിവേരനോടൊപ്പം ഒളിച്ചോടി പോയി. ആകെ പ്രശ്ന. ഞാനിതാ വരണു. അച്ചോട്ട് ബാക്കി പറയാൻ അതൊക്കെ പിന്നെ പറയാം. തുടങ്ങിയ ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്യും? എല്ലാത്തിനും ഞാൻ
അല്ല കേശവൻ എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? ഞാൻ തലവേദനക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി ഇരിക്കോൾ വൈദ്യരത്ത് പോയിരുന്നു. അപ്പൊ വൈദ്യര് തന്നുവിട്ടാ കുറച്ച് കുഴമ്പ്. കുഴമ്പോ? എന്തിനാ? ഞാനൊന്നും മറച്ചു വെക്കണില്ല. മല്ലികാമ്മയുടെ ദേഹത്ത് തേക്കാനാ കുഴമ്പ്. വൈദ്യര് പ്രത്യേകിച്ച് പറഞ്ഞു എന്നോട് തേച്ചു കൊടുക്കണമെന്ന്. ഞാൻ നന്നായി തേച്ചു കൊടുക്കും. പ്ലീസ് വൈദ്യരെ, വൈദ്യരെ, എന്നെ വിളിച്ചായിരുന്നോ? മല്ലികയെ തേപ്പിക്കാനുള്ള കുഴമ്പ് കേശവന്റെ കയ്യിൽ കൊടുത്തേച്ചായിരുന്നു. ഇല്ല. ആരാ ഈ കേശവൻ? അയ്യോ, നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എന്റെ ചേച്ചിയുടെ വീട്ടിൽ എനിക്ക് എപ്പോ വേണമെങ്കിലും വരാൻ പോകാം. അതിന് ആരുടെങ്കിലും അനുവാദം വേണോ? അപ്പൊ നിനക്ക് പോകാൻ പരിപാടിയില്ലേ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ പോകും. അല്ല, നമ്മുടെ ചേട്ടൻ എന്തേ? അപ്പുറത്തുണ്ട്. കഴിഞ്ഞ തവണ വന്നു പോയ പിന്നെ എപ്പോഴും ചേട്ടൻ നിന്നെ തിരക്കാറുണ്ട്. ആ, മോൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, വേഗം പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ. ഓക്കേ. രജനി, നീ അപ്പുറത്ത് പോ. ചേച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികൾ ഉണ്ടാവാന്ന് വെച്ചാ ഒക്കെ ഈശ്വര അനുഗ്രഹമാണ് മോളെ. ചേച്ചിക്ക് അങ്ങനെയൊന്നും വിധിച്ചിട്ടില്ല. എന്റെ ജീവിതമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി. ഇനി നിന്റെ ഭാവി കൂടെ നശിപ്പിക്കണ്ട. നീ ഇന്ന് തന്നെ ഇവിടുന്ന് പോണം. എന്റെ ഒരു അപേക്ഷയാണ്. മോളെ മിനി, കുറച്ചു ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ മനസ്സിന്റെ വിഷമം എനിക്കറിയാം.
ഒരു കണക്കിന് ആലോചിച്ച പെണ്ണുങ്ങൾ ദുർബലരാ. ആഗ്രഹിച്ച സ്നേഹം തിരിച്ചു കിട്ടാതാവുമ്പോ തളർന്നു പോകും. തളരരുത്. എന്ത് തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും ആഗ്രഹിച്ചത് സ്വന്തമാക്കണം. ഇല്ലെങ്കിൽ നിനക്കെല്ലാം നഷ്ടപ്പെടും. എല്ലാം. എടാ കുട്ട, ഒന്നിനു വന്നേ. ഈ ഹൂക്കൊന്നിട്ടേ. എന്താ നോക്കി നിൽക്കുക? വേഗം ആട്ടെ. മോൾ എന്തിനാ തനിച്ചു വന്നത്? അച്ഛൻ വന്ന് കൊണ്ടുവരുമായിരുന്നില്ലേ? ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. വലിയ ഗൗരവത്തിലാണല്ലോ. പഴയ കാലമൊന്നുമല്ല. എങ്ങോട്ട് ഇറങ്ങിയാലും സൂക്ഷിക്കണം. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? സുഖമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിറങ്ങിയപ്പോ കുറെ കുരങ്ങന്മാര് പുറകെ കൂടി. ഏതാണ്ട് പെണ്ണുങ്ങളെ കാണാത്ത പോലെ അവരുടെ നോട്ടം. ഞാനത് മൈൻഡ് ചെയ്തില്ല. മോളെ ആർക്കും മനസ്സിലായി കാണില്ല. കുട്ടിക്കാലത്ത് ഇവിടുന്ന് പോയതല്ലേ. കാർത്തിയായനെ, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ഇനി കല്യാണം കഴിപ്പിച്ച് വിടുന്നത് വരെ മോളെ ഒരിടത്തേക്കും വിടുന്ന പ്രശ്നമേ ഇല്ല. വാ മോളെ. മോളെന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? സമയം ഒരുപാടായി. ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. സ്ഥലം മാറിയിട്ടാ. 1-2 ദിവസം കഴിയുമ്പോ ഒക്കെ ശരിയാവും. അവസാനമായിട്ട് എഴുത്തില് ഞാനൊരു കാര്യം എഴുതിയിരുന്നു. എനിക്കിപ്പോ കല്യാണം വേണ്ടച്ചാ. നിന്നെ സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിച്ച ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കാം. എനിക്ക് ഇനിയും പഠിക്കണം. അത് കല്യാണം കഴിഞ്ഞാലും ആവാലോ. യതീന്ദ്രനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അനാഥനാണെങ്കിലും സ്നേഹമുള്ളവനാ. ബോംബെയിലെ പേര് കേട്ട ഒരു മനഃശാസ്ത്രജ്ഞൻ. എല്ലാം കൊണ്ടും ഈ ബന്ധം നമുക്ക് യോജിച്ചതാണ്. എനിക്ക് ഉറക്കം വരുന്നു.
മനഃശാസ്ത്രജ്ഞന്. ഞാൻ അവിവാഹിതയായ ഒരു പെൺകുട്ടിയാണ്. എനിക്കിപ്പോൾ ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജ് ജീവിതം ആരംഭിച്ചു. ആദ്യമായി ഞാൻ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ മോളെ, നിന്നെയാണ് കാത്തിരുന്നത്. മോളെ തുടുത്ത യൗവനത്തെ സുന്ദരിക്കുട്ടി, നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ? എല്ലാം ഞാൻ സഹിച്ച് ജീവിച്ചു. ഗ്രാമത്തിൽ ജീവിക്കുന്ന എന്റെ മാതാപിതാക്കൾ സന്തോഷിക്കാൻ വേണ്ടി മാത്രം. പിന്നീട് സാവകാശം ഞാനും അവരിൽ ഒരാളായി, അവരുടെ ലീഡറായി മാറി. എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ, എന്നെ ഒന്നും ചെയ്യരുത്. നിന്റെ എല്ലാ പേടിയും ഇന്ന് ഞാൻ തീർക്കും. നീ വാടി മോളെ. ആണായാലും പെണ്ണായാലും എന്നിൽ ആർത്തി വളർന്നു. ക്രമേണ ഞാൻ പുതിയ സുഖങ്ങൾ തേടി അലഞ്ഞു. അങ്ങനെ ഒരു ദിവസം സുന്ദരനായ പാൽക്കാരൻ പയ്യൻ എന്റെ മനസ്സിലുടക്കി. നിന്റെ പേരെന്താ? അപ്പു. അപ്പു, നല്ല പേര്. എങ്ങോട്ട് കൊണ്ടുപോവാ? എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ, എന്നെ വിടാൻ, എന്നെ വിട്. എനിക്ക് ജീവിക്കണം. പക്ഷേ എന്റെ മനസ്സ് ചഞ്ചലപ്പെടുന്നു. എനിക്ക് ഒരു വിവാഹ ജീവിതമുണ്ടോ? സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ. അനുകൂലമായ ഒരു മറുപടിക്കായി കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം, കാതര.
കുട്ടാ മോനെ എല്ലാം നീ ഒന്ന് വിശദമായി പറയടാ. ഞാൻ കാളക്കുട്ടിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകായിരുന്നു. ഓ കാളക്കുട്ടിയെ കുറിപ്പിച്ച കാര്യം പറയണ്ട, ആദ്യം കാതറ കുളിച്ച കാര്യം പറ അല്ലേ. ഇങ്ങോട്ട് ഇരുന്ന്, നീ ഇങ്ങോട്ട് ഇരുന്ന്. അവിടെ കേറ്. പറയടാ. കാതര അവളൊരു അരങ്ങത്തെ പോലെ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. എന്തൊരു ചന്തമായിരുന്നെന്നോ ആ കാഴ്ച കാണാൻ. ആര് കണ്ടാലും ഒന്ന് കൂടെ കുളിക്കാൻ കൊതിച്ചു. മോനെ, ഇനി മുതൽ നീയാണ് എന്റെ പിൻഗാമി. ഇനി നീ ഇവിടെ ഇരുന്നാ മതി. എന്നിട്ട് എല്ലാം പറ. വാ പോവാം. എന്താ കടകളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നേ? എന്തു പറ്റി? അറിഞ്ഞില്ലേ, ഈ ഗ്രാമത്തിലെ ഒരു മിടുക്കി പെൺകുട്ടി വന്നിരിക്കുന്നു, സുന്ദരിക്കുട്ടി. അവളുടെ ഓട്ടം കാണാൻ വേണ്ടി എല്ലാവരും പോയിരിക്കുക. എനിക്ക് നാണം വരും, അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പോവാ. മാറി നിൽക്കുമ്പോട്ടല്ലേ സാധനം.
ഇവിടെ വെച്ചിട്ട് വെക്കോ. പാല് വെച്ചിട്ട് വെക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്നം കൊടുത്ത കഴിക്കാൻ നീ കടിച്ചു അല്ലേടാ? മുതലാളി, ഞാൻ പറയുന്നത് കേക്ക്. ഒരു അക്ഷരം നീ ഇനി വേണ്ടി പോരുത്. കടക്കടാ പുറത്ത്. ഈ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. സൗന്ദര്യം നശിക്കാതിരിക്കാൻ എന്റെ ഭർത്താവിനെ പോലും ഞാൻ ശരീരത്തിൽ തൊടിച്ചിട്ടില്ല. പിന്നെയാണോ താൻ? കുട്ടികളില്ലാത്ത കാര്യം എനിക്കിപ്പോഴാ ബോധ്യമായത്. മല്ലികേ, നീയാടി യഥാർത്ഥ ഭാര്യ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അച്ചോട്ടിന് ഇതെങ്ങനെ സാധിച്ചു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. അത് സ്വാഭാവികം. ഇങ്ങനെയിട്ട് മൂപ്പിക്കാണ്ട് നിങ്ങൾ കാര്യം പറയുന്നു. ഈശ്വരന്മാരെ, ചേട്ടാ ഈ വരമ്പിനൊക്കെ എന്താ നീളം? അയ്യോ, ആരീ കുഴിയൊക്കെ ഇവിടെ കുടിച്ചു വെച്ചേക്കണേ? നല്ല കാര്യം പറയുമ്പോഴത്തേക്കാണ് ഇവൻ ഈ എവിടെ പോണം? അച്ചുവേട്ടനെ കാണാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, നിന്നെ നമ്മൾ തല്ലിക്കൊല്ലും. അച്ചുവേട്ടനെ കാണാൻ പോടാ. സ്വത്തോടല്ലേ? പോരാ. പിടിക്കില്ലേ? പോടാ. ഈശ്വരന്മാരെ, എനിക്ക് വയ്യ. ഒന്ന് പെട്ടെന്ന് പറയണ്ട അച്ചോട്ടാ. നമ്മുടെ ഈ ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തിയ എല്ലാവരുടെയും സ്വപ്നമായി മാറിയ ആകാശത്ത് നിന്ന് എനിക്ക് വേണ്ടി ഈശ്വരൻ അയച്ചു തന്ന ഒരു മാലാഖ. നമ്മുടെ മീൻകാരി ചാലുവാണ്. അവളെ ആർക്ക് വേണം? എന്റെ എല്ലാം എല്ലാമായ എന്റെ കാതര. പച്ചക്കള്ളോട് കൂട്ടാ, എന്താ ഇത്? എന്നെ വിടാൻ. ഞാൻ ചീത്ത പെണ്ണല്ല, ചീത്ത പെണ്ണല്ല. കൂട്ടാ, എന്നെ വിടാൻ. ഞാൻ കുട്ടം പറഞ്ഞ സത്യം. ഖാദർ നല്ല പെണ്ണ, കൗണ്ടറുടെ ഭാര്യ നല്ല സ്ത്രീയാ, പൂക്കാരി രാജമ്യം നല്ലതാ. സ്വന്തം ഭാര്യയെ പോലും ഈ അച്ചോട്ടിനെ നിലക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ അന്യ സ്ത്രീകളുടെ കാര്യം? കുളിക്കാൻ ഒരു മടി. വരം. ഹലോ, കുട്ടന്റെ അടുത്ത് ദാതയാണെന്ന് കേട്ടല്ലോ. ആര് പറഞ്ഞു? അതൊക്കെയുണ്ട്. എന്തിനാ അച്ചുവേട്ടനോട് ദേഷ്യപ്പെട്ടത്? അത് പിന്നെ വെറുതെ കാതരെ കുറിച്ച് ആരന്വേഷണം പറഞ്ഞാലും ഞാൻ സഹിക്കില്ല. എന്നെ അത്രക്ക് ഇഷ്ടാണോ എന്ന് ചോദിച്ചാ അപ്പൊ ഇഷ്ടല്ലേ? ഏ അപ്പോ ഇഷ്ടാണ്.
മനസ്സും മാംസവും പുഷ്പിച്ചു. മല്ലീശ്വരൻ അത് കൊയ്തെടുത്തു. ഒന്നല്ല നൂറല്ലൊരായിരമായിരം പൊന്മലരമ്പാക്കി മാറിലിതു. മനസ്സും മാംസവും പുഷ്പിച്ചു. മല്ലീശ്വരൻ അത് കൊയ്തെടുത്തു. ഒന്നല്ല നൂറല്ലൊരായിരമായിരം പൊന്മലരമ്പാക്കി മാറിലിതു. മനസ്സും മാംസവും പുഷ്പിച്ചു. പത്തിവിടർത്തിയ പാമ്പുകളായി രക്തക്കുഴലുകളിഴഞ്ഞു. ഉളഞ്ഞു പിണഞ്ഞു ഹൃദയത്തിലവയുടെ വിരലടയാളങ്ങൾ അഭിനിവേശങ്ങളായി പതിഞ്ഞു. മനസ്സും മാംസവും പുഷ്പിച്ചു. മല്ലീശ്വരൻ അത് കൊയ്തെടുത്തു. യൗവനാവേശമോഹങ്ങളുണരും രതിതാളങ്ങളിലവയലിഞ്ഞു. അസ്ഥികൾക്കുള്ളിലെ സൗരഭമായി പുഷ്പക്കുളിരുകളുണർന്നു. ഉണർന്നു വിടർന്നു സിരകളിലവയുടെ മൃദുമധലതകൾ മദനവികാരമായി. ഇപ്പഴേ സമാധാനായേ. ഇന്നലെ രാത്രി എവിടെയായിരുന്നടാ? എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല. എടാ മണ്ടുസേ, നിനക്കൊരു സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കൊഞ്ചുകോയിലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇനി ഇത് ആവർത്തിച്ച എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാൻ കാതരെ എന്താ എന്ത് പറ്റുവിട്ടാ?
ബന്ധുക്കൾ തമ്മിൽ ഇത്തരം ചടങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പഴമക്കാർ നിലനിർത്തിയിരുന്ന ഒരു ആചാരം നമ്മളായിട്ട് തെറ്റിക്കണ്ട. എല്ലാം അമ്മാവന്റെ ഇഷ്ടം. സ്വന്തമെന്ന് പറയാൻ എനിക്ക് മറ്റാരുമില്ലല്ലോ. മകരം 3-ന് നല്ലൊരു മുഹൂർത്തമുണ്ട്. ഒക്കെ കാലെ കൂട്ടി നോക്കിയിരുന്നു. ഇനി എന്നാ ബോംബെക്ക് തിരിച്ചു പോകേണ്ടത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോ മകരത്തിൽ നല്ല മുഹൂർത്തമുള്ള സ്ഥിതിക്ക് മാരേജൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അതാ നല്ലത്. ശുഭസ്യ ശീഘ്രം എന്നല്ലേ? വൈകിക്കണ്ട, മകരത്തിൽ തന്നെ നടത്തിക്കളയാം. എന്താ? എന്തിനാ നീ ഇവിടെ വന്നത്? എനിക്ക് നിന്നെ വേണം. കുട്ടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന്? ഇത് ആവർത്തിക്കരുതെന്ന്. ഓ, ഇനി നിന്നെ എനിക്ക് കാണണ്ട. ഇല്ല, വരാനാ പറഞ്ഞത്. ആരാവൻ? ചോദിച്ചു കേട്ടില്ലേ? അത് ഈ നാട്ടിലൊരു തല്ലുകുളി പയ്യനാ. അച്ഛനും അമ്മയും ആരാന്നറിയില്ല. ഏതോ തെരുവിൽ വളർന്നതാ. ഇപ്പൊ ഈ നാട്ടിൽ എല്ലാവർക്കും വലിയ ശല്യം അവൻ. നിനക്കെന്താ വേണ്ടത്? കാതർ എന്റേതാണ്. എന്റെ കാതരെ ആരെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ കൊന്നുകളയും ഞാൻ. ഒരുപാട് ആലോചിച്ചു. ഒരുപാട് ആലോചിക്കണം. മനുഷ്യന് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. എനിക്കുണ്ട് ഒരുപാട് അനുഭവങ്ങൾ, ആഴത്തിൽ മുറിവേൽപ്പിച്ച അനുഭവങ്ങൾ. അതെല്ലാം പോട്ടെ, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. Let it go. We will forget it. കാതരയുടെ ഈ ഓപ്പൺ മൈൻഡ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ വിവാഹം പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ നടക്കും.
കൈകളിൽ ഈരൻ ചുണ്ടുമായി മധുരങ്ങൾ കൈമാറും താക്കളിൽ ഇന്നും നീ വരേണം എല്ലാം ചൊല്ലിത്തരണം ഇന്നും നീ വരേണം എല്ലാം ചൊല്ലിത്തരണം കാണാ സ്വപ്നം കൈമാറാൻ കുളത്തിൽ നീരാടാൻ കൂടെ പോരൂ കുളിത്തിന്നലേ കൂടെ പോരൂ കുളിത്തിന്നലേ വസന്തം മണ്ണിൽ വിതറാൻ ശലഭം വരവായി തുള്ളിച്ചാടും വെള്ളിച്ചാലിൽ തുമ്പികൾ നിത്തുള്ളാൻ വരവായി കാതിൽ പിന്നാരും മൂളാൻ അറിയാതെ തേൻകാറ്റും വരവായി കുമ്പിളിൽ നാളം പൂക്കുമ്പോൾ കൽക്കുമ്പിൽ രാഗങ്ങൾ നീട്ടിയോ മൗനം സ്വരമാകാം അയരിൻ സ്വർണ്ണത്തേറിടാൻ കൂടെ പോരൂ എൻ മോഹങ്ങളെ കൂടെ പോരൂ എൻ മോഹങ്ങളെ വസന്തം മണ്ണിൽ വിതറാൻ ശലഭം വരവായി തുള്ളിച്ചാടും വെള്ളിച്ചാലിൽ തുമ്പികൾ തുള്ളാൻ വരവായി വസന്തം മണ്ണിൽ വിതറാൻ ശലഭം വരവായി നിനക്കെന്ത് പറ്റി നിനക്കെന്ത് പറ്റി ഭ്രാന്ത് പിടിച്ചോ നിനക്കെന്ത് പറ്റി പറ കൊല്ലും ഞാൻ വേണ്ട